കണ്ണൂരിലാണല്ലോ എതിരില്ലാത്ത തെരഞ്ഞെടുപ്പ്. കണ്ണൂരിൽ 14 എതിരില്ലാതെ LDF സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആന്തൂർ നഗരസഭയിൽ 5 വാർഡ്, കണ്ണപുരം, മലപ്പട്ടം പഞ്ചായത്തുകളിൽ 6, 3 ഇങ്ങനെയാണ് LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നത്. ഇന്ന് നടന്ന പുനർ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് 4 ഇടങ്ങളിൽ പത്രിക തള്ളിയത്. ഒരിടത്ത് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. അതിനിടെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി LDF UDF നേതൃത്വവും പതിപോലെ തന്നെ രംഗത്തുണ്ട്. നമുക്ക് അവർക്ക് പറയാനുള്ള ആവലാതികൾ ആദ്യം ഒന്ന് കേൾക്കാം. ഞങ്ങൾക്ക് CPM-നെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം ആന്തൂർ നഗരസഭയിലെ 29 വാർഡിനകത്തും ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വരാൻ വേണ്ടി പറ്റുന്ന രാഷ്ട്രീയ അടിത്തറ ഈ ആന്തൂർ നഗരസഭക്കകത്തുണ്ട്. ഞങ്ങളത് വേറെ എന്തെങ്കിലും ഭീഷണി മുഴക്കിയിട്ടോ കണ്ടിട്ടൊന്നും പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി അത് ഒരിക്കലും നടത്തുകയും ചെയ്യില്ല. ആളുകളില്ലാതെ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ നട്ടലിലോടുകൂടിയിട്ട് ഒപ്പിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ച് നടപ്പാക്കാനോ കഴിയാതെ പാർട്ടിയുടെ ഗതികേട് CPM-ൻ്റെ മേലെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേലെ കെട്ടിവെച്ചിട്ട് ഞങ്ങളുടെ ഈ ആന്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലാകെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയാണ് ഈ ആന്തൂരിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ജനാധിപത്യത്തിൻ്റെ വിജയമായി ഞങ്ങളിതിനെ നോക്കിക്കാണുകയാണ്. കാരണം പല ഭീഷണി കൊണ്ടും ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള ആളുകളുടെ നോമിനേഷൻ തള്ളിക്കളയുന്നതിന് വേണ്ടിയുള്ള ചില എതിർകക്ഷികളുടെ തീവ്രമായ ശ്രമത്തിൻ്റെ ഫലമായി ഭയാനകമായ ഒരു അന്തരീക്ഷമുണ്ടായപ്പോൾ അവർ പിൻവലിച്ചു എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെട്ട കാര്യം. നമുക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്നടക്കം നമ്മുടെ ഇലക്ഷൻ സ്ക്വാഡ് ഇതാ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് വിശദമായി തന്നെ കാണാൻ നേരത്തെ നമ്മൾ TV പ്രസാദിനോട് സംസാരിച്ചു കഴിഞ്ഞു. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് റോഷിപാൽ, അഷ്കർ അലി കരിമ്പ, സിനോജ് തോമസ്, അഖിൽ കെ, രാഹുൽ സുരേഷ്, ജെയ്സൺ ചാമോളപ്പിൽ, അരുൺ സോളമൻ, സജോ ദേവസ്യ, അഭിജിത്ത് മുഴക്കുന്നാണ് നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് ചേരേണ്ടത്. ഒപ്പം ദീപക് മോഹനും ലേബി സജീന്ദ്രനും അർജുൻ മട്ടന്നൂരും ഇക്ബാൽ അറക്കലും മുബഷിപ്പി അക്ബറും സാനിയോ മനോമിയും റഹീസ് റഷീദും ശരൺ SS-ഉം ഹരിമോഹനും അടക്കമുള്ളവരും നമുക്കൊപ്പം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ചേരും. ഒപ്പം ഞങ്ങളുടെ മറ്റു പ്രതിനിധികളും ടീം മുഴുവൻ തയ്യാറാണ്. അഭിജിത്തിലേക്ക് വരുന്നു. അഭിജിത്ത്, നിങ്ങൾക്കാണല്ലോ 14 പേർ അവിടെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ കണ്ണൂരുകാർക്ക് സന്തോഷമായോ? കണ്ണൂരുകാർക്ക് അതേക്കുറിച്ച് ആവലാതികളും ഉയരുന്നുണ്ടല്ലേ അതിനൊപ്പം? തീർച്ചയായും സുജയ, 14 എതിരില്ലാതെ ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായി തന്നെ LDF പ്രത്യേകിച്ച് CPM ഉയർത്തിക്കാട്ടുകയാണ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ള ആശ്വാസം UDF-നുണ്ട്. പക്ഷേ അപ്പോഴും 14 LDF എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എതിരില്ലാതെ LDF സ്ഥാനാർത്ഥികൾ ഉള്ളത് കണ്ണപുരത്താണ്. 6 ഇടങ്ങളിലാണ് LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തത്. സുജയ, അതിൽ പത്രിക നൽകാത്ത സാഹചര്യമുണ്ട്. പത്രിക പിൻവലിച്ചതും പത്രിക തള്ളിയതുമായ സാഹചര്യങ്ങളും കണ്ണപുരത്ത് നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും അധികം ഈ വിവാദങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നത് ആന്തൂർ നഗരസഭയാണ്. അവിടുത്തെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. 29 ഡിവിഷനിൽ 5 ഡിവിഷനുകളിലേക്കാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥിക്ക് എതിരില്ലാത്തത്. കഴിഞ്ഞ ദിവസം തന്നെ 2 പേർ പത്രിക നൽകാനില്ലാതെ വരുന്നു, പത്രിക തള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ ഒരാൾ പത്രിക പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 5 സ്ഥാനാർത്ഥികൾ അവിടെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്ന് വലിയ ആഹ്ലാദ പ്രകടനമൊക്കെ ആന്തൂർ നഗരത്തിലൂടെ LDF സ്ഥാനാർത്ഥികൾ, LDF പ്രവർത്തകരൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മലപ്പട്ടത്തിന്റെ കാര്യത്തിൽ വന്നാലും അങ്ങനെ തന്നെയാണ്. 2 ഇടത്ത് പത്രിക നൽകാൻ തന്നെ ആളുണ്ടായിരുന്നില്ല. നമുക്കറിയാം മലപ്പട്ടത്തെക്കുറിച്ച്. ഗാന്ധി സ്തൂപം തകർത്തതിന് പിന്നാലെ UDF കോൺഗ്രസ് വലിയ പ്രചാരണം നടത്തിയ, വലിയ ജാഥയൊക്കെ സംഘടിപ്പിച്ച സ്ഥലമാണ് മലപ്പട്ടം. അവിടെ 2 ഇടത്ത് UDF-ന് പത്രിക നൽകാൻ ആളുണ്ടായിരുന്നില്ല. പക്ഷേ മറ്റിടങ്ങളിൽ പത്രിക നൽകാൻ ആളുണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അത് ഇക്കൂട്ടത്തിൽ വിസ്മരിക്കാൻ കഴിയുകയില്ല. പക്ഷേ ഇന്നിപ്പോൾ അവിടെ 3 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 14 ഇടത്താണ് LDF എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ